ദേവു രാവിലെ ഉണർന്ന് കാപ്പിയിട്ടപ്പോഴേക്കും താരു ഉണർന്നിരുന്നു. രണ്ട് കൈയിൽ കാപ്പിയുമായി വന്ന് ടേബിളിൽ ദേവു ഇരുന്നപ്പോൾ പുറത്തു പോകാനുള്ള ഡ്രസ്സിട്ട് താരു ഒരുങ്ങി വന്നു. നീ ഇത് രാവിലെ എങ്ങോട്ടാ? ഞാനും വരാം. ദേവു കാപ്പി അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഞാനൊന്ന് വീട്ടിലേക്കാ. എൻ്റെ ATM കാർഡും ക്രെഡിറ്റ് കാർഡുമൊക്കെ എടുക്കണം. നീ ഒറ്റയ്ക്ക് പോവോ അതോ ഞാൻ വരണോ? ഇല്ല, ഞാൻ തനിയെ പോയിക്കോളാം. താരു കാർ വിളിച്ചാണ് വീട്ടിലേക്ക് പോയത്. ദേവു നേരെ അടുക്കളയിലേക്കും കയറി. നീട്ടിയുള്ള ഫോൺ ബെല്ലടി കേട്ടാണ് മദ്യലഹരിയിൽ ഉറങ്ങിയിരുന്ന ശ്രീദേവ് ഉണർന്നത്. തലയ്ക്ക് വല്ലാത്ത വേദനയുണ്ട്. നന്ദനാണ് വിളിക്കുന്നത്. അവൻ പതിയെ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. എന്താടാ രാവിലെ തന്നെ? അളിയ, നമ്മുടെ സ്നേഹയും വരുണും കൂടെ ഒന്ന് പിണങ്ങി. അവളിപ്പോ നമ്മുടെ സ്ഥിരം സ്പോട്ടിലുണ്ട്. ഒന്ന് ചെന്ന് സെറ്റാക്കടാ. നന്ദൻ ഒറ്റ ശ്വാസത്തിൽ പറയുന്നത് കേട്ട് ദേവൻ പറഞ്ഞു. എനിക്കൊന്നും വയ്യ രണ്ടിൻ്റെ ഹംസമാകാൻ. ഒന്നാമത് കട്ടിൽ നിന്ന് എണീറ്റിട്ടില്ല. പിന്നെ ഇനി വേണം ഇന്നലത്തേന് ദേവുവിൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ. എടാ ദേവ, ഒന്ന് ചെല്ലടാ, അവന് നമ്മളല്ലേ ഉള്ളൂ, പ്ലീസ്. നന്ദൻ കെഞ്ചി. നിനക്കെന്താ പോയാല്? അവന് ഞാൻ മാത്രമല്ലല്ലോ, നീയുമില്ലേ? ദേവൻ പറഞ്ഞത് കേട്ട് നന്ദൻ പറഞ്ഞു. എടാ അളിയ, ഡാഡി ഉണ്ട് വീട്ടിൽ, അതുകൊണ്ട് എനിക്കിറങ്ങാൻ പറ്റില്ല. നീ ചെല്ലു കുട്ടാ. കൂടുതലൊന്നും പറയാതെ നന്ദൻ ഫോൺ വെച്ചു. തല ചൊറിഞ്ഞുകൊണ്ട് ദേവൻ പോയി ഫ്രഷായി പതിയെ ഇറങ്ങി. ദേവു അടുക്കളയിലാണെന്ന് കണ്ട് പതിയെ ഡോർ തുറന്ന് സ്ഥലം വിട്ടു. ദേവു ചായയുമായി വന്ന് വാതിൽ തുറന്നപ്പോഴാണ് ദേവൻ പോയി എന്ന് മനസ്സിലായത്. ഹൈദരാബാദിൽ വന്നിട്ട് വരുൺ ആദ്യം പോയി തലവെച്ച കുരുക്കാണ് സ്നേഹ. ഒരു ബിരിയാണി പ്രേമം എന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കൽ നന്ദനെയും ദേവനെയും കൂട്ടാതെ വരുൺ ബിരിയാണി കഴിക്കാൻ പോയി. അതേ ടേബിൾ അതേ സമയം വേറെ ഒരു പെൺകുട്ടി വന്നിരുന്നു. ഓപ്പോസിറ്റ് ഇരുന്നിട്ടും അവർ മുഖത്തോട് മുഖം നോക്കി ചിരിക്കുക പോലും ചെയ്തില്ല. പക്ഷെ വെയിറ്റർ വന്നപ്പോൾ രണ്ടുപേരും ഓർഡർ ചെയ്തത് ബിരിയാണി. പക്ഷെ അവിടെ ആകെ ലാസ്റ്റ് ഒരു ബിരിയാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒടുക്കം രണ്ടുപേരും നോക്കി ചിരിച്ചു. അങ്ങനെ ആ ബിരിയാണി ഷെയർ ചെയ്ത് കഴിച്ചു. അങ്ങനെ തുടങ്ങിയ ബന്ധമാണ് പിന്നീട് അങ്ങോട്ട് ലൈഫും ഷെയർ ചെയ്യാമെന്ന തീരുമാനത്തിലെത്തിയത്. പക്ഷെ തീരെ വിവരമില്ലാത്തതുകൊണ്ട് വരുണമുള്ള വിവരം വെളിയിൽ കാണിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ളതുകൊണ്ട് സ്നേഹയും ആഴ്ചയിൽ ഒരിക്കൽ വഴക്കിടും. കോംപ്രമൈസ് ആക്കാൻ ദേവനും. ദേവൻ നേരെ പോയത് വരുണിൻ്റെ വീട്ടിലേക്കാണ്. വരുണിന് ചേച്ചി മാത്രമേ ഉള്ളൂ, വർഷ. അതുകൊണ്ട് അവർ രണ്ടുപേരും ഒരു വീട് റെന്റിനടുത്താണ് താമസിക്കുന്നത്. ചേച്ചി, അവൻ എന്തിയേ? ഓഫീസിലേക്ക് ഇറങ്ങാൻ പോയ വർഷയോട് ദേവൻ ചോദിച്ചു. എടാ, അവൻ റൂമിലുണ്ട്. ഭയങ്കര കരച്ചിലാട്ടോ. ഇന്നും സ്നേഹയോട് പിണങ്ങിയോ? വർഷ ചോദിച്ചത് കേട്ട് ദേവൻ അമർത്തി ചിരിച്ചിട്ട് അവൻ്റെ മുറിയിലേക്ക് പോയി. പില്ലോയിൽ മുഖം അമർത്തി കിടക്കുകയാണ് വരുൺ. ദേവൻ പോയി അവൻ്റെ അടുത്തിരുന്നു. ഡാ, എഴുന്നേറ്റേ, ഞാൻ പോയി അവളെ വിളിച്ചിട്ട് വരാം. നീ ഇങ്ങനെ കിടന്ന് മോങ്ങാതെ. വാ തുറക്കരുത് കേട്ടോ, ദേവൻ അവനൊന്നും മിണ്ടാത്തണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു. എനിക്കറിയൂലടാ, ഞാൻ വിളിച്ചിട്ട് അവൾ ഫോൺ എടുത്തില്ല. വാട്സപ്പിലും ഇൻസ്റ്റയിലും ഒക്കെ ബ്ലോക്ക് ചെയ്തു എന്നെ. ഇങ്ങനെ കിടന്ന് മോങ്ങണ്ട, ഞാൻ അവളുടെ വീട് വരെ ഒന്ന് പോയി നോക്കാം. ദേവൻ പറയുന്നത് കേട്ട് വരുൺ തല കുലുക്കി കണ്ണു തുടച്ചു. ദേവൻ വരുണിൻ്റെ ബുള്ളറ്റും എടുത്താണ് സ്നേഹയുടെ വീട്ടിലേക്ക് പോയത്. സ്നേഹ ഹൈദരാബാദിൽ പഠിക്കുകയാണ്. അവളുടെ ഫ്രണ്ട് പവിത്രയുടെ കൂടെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ദേവൻ അങ്ങോട്ടെത്തുമ്പോൾ അവിടെ മുറ്റത്തെ ചെടി നനച്ച് നിൽക്കുകയായിരുന്നു സ്നേഹ. അവനെ കണ്ട് അവൾ പറഞ്ഞു. ആഹാ, കൂട്ടുകാരന് വക്കാലത്ത് പറയാൻ ആളെത്തിയല്ലോ. ഞാൻ എന്താ താമസിക്കുന്നതെന്നാലോചിച്ച് നിൽക്കുമായിരുന്നു. എൻ്റെ സ്നേഹേ, വരുൺ അവിടെ കിടന്ന് ഭയങ്കര കരച്ചില. നിങ്ങൾ തമ്മിലിപ്പോൾ എന്താ പ്രശ്നം? ദേവേട്ടാ, നിങ്ങൾ കേൾക്കണം. ഞാൻ ഒരുത്തിയുണ്ടല്ലോ അങ്ങേര് എന്ത് ചെയ്താലും സഹിക്കാൻ. എന്നിട്ട് ഇന്നലെ 4-ാം കാലിലല്ലായിരുന്നോ രാത്രി? പോരാത്തേന് എന്നെ ചീത്തയും വിളിച്ചു. കുടിക്കരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. സ്നേഹം മൂക്ക് ചീറ്റി പറഞ്ഞത് കേട്ട് ദേവൻ പറഞ്ഞു. അതിനാണോ സ്നേഹം നീ പിണങ്ങിയത്? ഞാൻ വിചാരിച്ചു അവനേതോ പെണ്ണിൻ്റെ കൂടെ പബ്ബിൽ പോയില്ലേ, അതിനാ എന്ന്. പറഞ്ഞു കഴിഞ്ഞാണ് ദേവൻ അബദ്ധം മനസ്സിലായത്. ദേവൻ പറയുന്നതിട്ട് സ്നേഹ പല്ല് കടിച്ചു. ഓഹോ,
കാലമാടൻ അങ്ങനെയും ചെയ്തോ? അയാളോട് പറഞ്ഞേക്ക് ഇനി മുത്തേ പൊന്നേന്ന് വിളിച്ച് ഇങ്ങോട്ട് വരണ്ടാന്ന്. അവൾ ദേഷ്യത്തോടെ ഹോസ് നിലത്തേക്കെറിഞ്ഞു. എൻ്റെ പൊന്ന് സ്നേഹേ, നീ ഇങ്ങനെ സ്നേഹമില്ലാതെ ഓരോന്ന് പറയല്ലേ. നീ ഒന്ന് വാ, നമുക്ക് പ്രശ്നം സംസാരിച്ച് പലഹാരം ഉണ്ടാക്കാം. പരിഹാരം ഉണ്ടാക്കാം. സ്നേഹ അവനെ ഒന്ന് നോക്കി. അയാളോട് ഇങ്ങോട്ട് വരാൻ പറ. എനിക്ക് അങ്ങോട്ട് വരാൻ വയ്യ. എങ്കിൽ ഞാൻ പോയി അവനെ വിളിച്ചിട്ട് വരാം. നിനക്കിന്ന് ക്ലാസ് ഉണ്ടോ? ഇല്ല, ഇന്നെന്തോ സ്ട്രൈക്കാണ്. ദേവൻ അവളെ ഒന്ന് നോക്കിയിട്ട് വണ്ടിയെടുത്ത് പോയി. കുറച്ചു ദൂരം പോയി വളവ് തിരിഞ്ഞപ്പോഴാണ് ദേവന് വരുണിൻ്റെ ഫോൺ വന്നത്. പെട്ടെന്ന് ഫോൺ എടുത്തപ്പോൾ വളവായതുകൊണ്ട് എതിരെ വന്നൊരു കാറിലിടിച്ചു. ഹെഡ്ലൈറ്റ് പൊട്ടിയ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന പെണ്ണിനെ കണ്ട് അവൻ തലയിൽ കൈവച്ചു. അയ്യോ പെങ്ങളെ, വല്ലതും പറ്റിയോ? കാറിൽ നിന്നിറങ്ങിയ നിതാര ദേവനെ സൂക്ഷിച്ചു നോക്കി. ദേവന്റെ മട്ടും ഭാവം കണ്ട അവളെ അറിയില്ലെന്ന് തോന്നും. കുറച്ചു നേരം മിണ്ടായിരുന്നിട്ട് നിതാര പതിയെ ചോദിച്ചു, നിങ്ങൾക്കെന്താ, കണ്ണ് കണ്ടൂടെ? വളവിൽ ഇങ്ങനെയാണോ ഡ്രൈവ് ചെയ്യുക? അയ്യോ, സത്യമായിട്ടും അറിയാണ്ട് പറ്റിയതാ. പെട്ടെന്നൊരു കോള് വന്നപ്പോൾ. അവൻ പറഞ്ഞു പൂർത്തിയാക്കിയില്ല. ദേവന് തന്നെ ഓർമ്മയില്ലെന്ന് നിതാരയ്ക്ക് മനസ്സിലായി. അവനെ ചെറുതായി ഒന്ന് വട്ടം കറക്കാൻ അവൾ കപടദേഷ്യം നടിച്ചു. എന്താടോ, തനിക്ക് ലൈസൻസ് ഉണ്ടോ? കണ്ടില്ലേ ഹെഡ്ലൈറ്റ് പൊട്ടിയത്? ദേവൻ നിസ്സംഗതയോടെ അവളുടെ മുഖത്ത് നോക്കി. ഇതിപ്പോൾ ശരിയാക്കാൻ എത്ര രൂപയാകും? ഞാൻ കാശ് തരാം, ദേവൻ മയത്തിൽ പറഞ്ഞു. ശരി, ഇതിപ്പോൾ ഒരു 5000 രൂപയാകും. പെട്ടെന്നെടുത്തോ. അത് പിന്നെ അത്രയൊക്കെ ആവുമോ? ഒരു ഹെഡ്ലൈറ്റ് അല്ലേ പൊട്ടിയുള്ളൂ? ദേവൻ പറഞ്ഞത് കേട്ട് നിതാര കണ്ണ് കൂർപ്പിച്ച് പറഞ്ഞു. ആഹാ, ഇങ്ങോട്ട് വന്ന് ഇടിച്ചതും പോരാ, ഇപ്പൊ കാശും തരാൻ വയ്യേ? നിൽക്ക്, ഒരു 5 മിനിറ്റ്. നിൽക്ക്, 1 മിനിറ്റ്. ദേവൻ ഫോണും കൊണ്ട് തിരിഞ്ഞു. അവൻ ദേവുവിനെയാണ് വിളിച്ചത്. ചപ്പാത്തി പരത്തിക്കൊണ്ടിരുന്ന ദേവു ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. എടീ, എനിക്ക് പെട്ടെന്നൊരാവശ്യം. ഒരു 5000 രൂപ ഗൂഗിൾ പേ ചെയ്യുമോ? ഞാൻ അടുത്ത ആഴ്ച തിരിച്ചു തരാം, പ്ലീസ്. നിതാര കേൾക്കാതെ അവൻ പതിയെ കെഞ്ചി. ദേവു ദേഷ്യത്തോടെ പല്ല് കടിച്ചു. ഈ മുടിഞ്ഞവൻ വെളിയിലോട്ട് കാലെടുത്ത് വെച്ചാ എനിക്ക് നഷ്ടവാ. ദേഷ്യപ്പെട്ടെങ്കിലും ദേവു അവന് ക്യാഷ് ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു. അവൻ നിതാരയ്ക്ക് കാശ് കൊടുത്ത് ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. അമർത്തിപ്പിടിച്ച ചിരിയോടെ താരു ഫ്ലാറ്റിലെത്തിയപ്പോൾ പരത്തിയ ചപ്പാത്തി നോക്കി ദേഷ്യത്തിൽ നിൽക്കുകയായിരുന്നു ദേവു. എന്താണ് മകളെ, രാവിലെ തന്നെ കരിപ്പ്? കാശ് പോയതിൻ്റെ വിഷമമാണോ? ദാ, നീ ഇത് കണ്ടോ? എത്ര പരത്തിയിട്ടും ശരിയാവുന്നില്ല. ഒരുമാതിരി അന്റാർട്ടിക്കയുടെ മാപ്പ് പോലെ. ചപ്പാത്തി കാണിച്ച് ദേഷ്യത്തിൽ പറഞ്ഞപ്പോഴാണ് ദേവു ഒന്നുകൂടി ചിന്തിച്ചത്. അല്ല, നീ എങ്ങനെ അറിഞ്ഞു രാവിലെ കാശ് പോയെന്ന്? നിതാര അമർത്തിച്ചിരിച്ചു. നിന്റെ പുന്നാരാങ്ങളാ എൻ്റെ വണ്ടിയിൽ കൊണ്ട് ഇടിച്ചിട്ടാ നിന്നോട് പൈസ ചോദിച്ചത്. എന്നെ കണ്ടിട്ടവന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ദേവു ഒന്ന് മൂളി. അപ്പോഴാണ് പുറത്ത് കോളിംഗ് ബെല്ലടിച്ചത്. ദേവു പോയി വാതിൽ തുറന്നു. ദേവനാണ്. അവൾ ദേവനെ നോക്കാതെ മുറിയിലേക്ക് പോയി. അടുക്കളയിൽ നിന്നിറങ്ങി വരുന്ന താരുവിനെ കണ്ട് ദേവൻ ചോദിച്ചു, ആ, നീ ചോദിച്ച പൈസ ഞാൻ തന്നില്ലേ? പിന്നെ പരാതിയും കൊണ്ട് ഇങ്ങോട്ട് വന്നതാണോ? നേരം വെളുക്കുമ്പോൾ ഇറങ്ങിക്കോളും, എന്നിട്ട് മാനത്ത് നോക്കി വണ്ടി ഓടിച്ചിട്ട് ബാക്കിയുള്ളവരോട് വഴക്കിടും, അഹങ്കാരി. ദേവു മുറിയിൽ നിന്നിറങ്ങി അവനെ ഒന്ന് തറപ്പിച്ച് നോക്കി. ദേവൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. ഇത് നിതാര, നിരഞ്ജൻ്റെ സിസ്റ്ററാണ്. കുറച്ച് ദിവസത്തേക്ക് ഇവിടെ കാണും. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു, ദേവു പറഞ്ഞു. ദേവൻ ഒന്നും മിണ്ടാതെ അവളെ ഒന്ന് നോക്കി. ഇനി വല്ലതും പറഞ്ഞ നിതാരയുടെ മുന്നിൽ വെച്ച് നല്ല ആട്ട് കിട്ടുമെന്ന് അവനറിയാം. നിനക്ക് വേറെ പണിയൊന്നുമില്ലെങ്കിൽ ആ ചപ്പാത്തി ഒന്ന് പരത്തി വെച്ചേക്ക്, ഞാൻ ചെയ്തിട്ട് ശരിയാകുന്നില്ല, ദേവു അവനോട് പറഞ്ഞിട്ട് മുറിയിലേക്ക് പോയി. നിതാര അവനെ കളിയാക്കി ചിരിച്ച് ദേവുവിന് പിറകെയും. ദേവൻ ചമ്മലോടെ അടുക്കളയിലേക്ക് വന്ന് ചപ്പാത്തി ബാക്കി പരത്തുവാൻ തുടങ്ങി. അപ്പോഴാണ് അവന് കോള് വന്നത്. ആദി കോളിംഗ് എന്ന് കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഹലോ ആദി, പറയടാ. അവൻ ഫോൺ ചെവിയോട് ചേർത്തു. ദേവാ, എടാ, അവന്മാരെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ മുതൽ ഫോൺ കോളിൻ്റെ ബഹളമാണ്. DGP, IG തുടങ്ങി ഹോം മിനിസ്റ്റർ വരെ വിളിച്ചു. അതെനിക്കറിയാടാ. ഹൈദരാബാദ് പോലീസ് പിടിച്ചിട്ടും നിമിഷങ്ങൾക്കുള്ളിൽ പുറത്തിറങ്ങിയവനാ. അതുകൊണ്ടാണ് ഞാൻ മീഡിയ കൂടി അറിയിച്ചത്. ഇത് പ്രശ്നമാവോടാ? ചെട്ടിയാർക്ക് നിന്നെ അറിയാം. അവർ പുറത്തിറങ്ങിയ നിന്നെ തേടി വരും. ദേവൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ഫ്രണ്ടാണ് ആദിത്യൻ, ചെന്നൈ അസിസ്റ്റന്റ് കമ്മീഷണർ.
ആദിയുടെ വിവാഹത്തിനാണ് അവർ അങ്ങോട്ടേക്ക് പോയത്. ഒടുവിൽ ആദിയുടെ സഹായത്തോടെ ചെട്ടിയാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെട്ടിയാരോട് തൽക്കാലം പോകാൻ പറ. ഇതൊന്നും ദേവുവിനറിയില്ല. അതാകെയുള്ളൊരു പേടി. നീ ഹണിമൂണൊക്കെ ആഘോഷിക്ക്. എങ്കിൽ വയ്ക്കട്ടെ. ശ്രീദേവ് ഫോൺ വെച്ചിട്ട് തിരിഞ്ഞു. മുന്നിൽ നിൽക്കുന്നവളെ കാണാൻ ഒരു നിമിഷം പകച്ചുപോയി. 2 കൈയും മാറിൽ പിണച്ചു കെട്ടി വാതിൽ ചാരി അവനെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്ന നിതാര. അവൻ പെട്ടെന്ന് തിരിഞ്ഞു. ഈശ്വരാ, ഈ കുട്ടിപ്പിശാച് കേട്ട് കാണുമോ പറഞ്ഞതെല്ലാം? ആരായിരുന്നു ഫോണിൽ? പതിയെ ചോദിക്കുന്നവളെ നോക്കി അവൻ കവട ഗൗരവത്തിൽ പറഞ്ഞു. അതൊക്കെ എന്തിനാ നീ അറിയുന്നേ? വേണ്ട, എന്നോട് പറയണ്ട. ഞാൻ ദേവുവിനോട് പറഞ്ഞോളാം. ഇയാളുടെ ദോസ്ത് ചെട്ടിയാരുടെ വിശേഷം തിരക്കാൻ. ദേവൻ പെട്ടെന്ന് ഞെട്ടി. യോ വേണ്ട, അവളോട് പറയല്ലേ. എൻ്റെ ഒരു ഫ്രണ്ടാ വിളിച്ചത്. അല്ല വേണ്ട, എന്നോട് പറയണ്ടാന്നേ. നിതാര പറയുന്നത് കേട്ട് ദയനീയതയോടെ ദേവൻ പറഞ്ഞു. പ്ലീസ് അവളോട് പറയല്ലേ. ശരി, പക്ഷെ ഞാൻ പറയുന്നത് സാറും കേൾക്കണം. ഡീൽ? അവൾ ചോദിക്കുന്നത് കേട്ട് ദേവൻ മനസ്സോടെ ഡീല് പറഞ്ഞു. എങ്കിൽ സാർ ബാക്കി ചപ്പാത്തി ഉണ്ടാക്ക്. കാര്യം ഞാൻ പിന്നെ പറഞ്ഞോളാം. നിതാര ചുണ്ടിൽ ഒളിപ്പിച്ച കുസൃതി ചിരിയോടെ അവിടെ നിന്ന് പോയി. ദേവൻ ഇനി എന്ത് പണിയാ കിട്ടുക എന്ന് ചിന്തിച്ച് അവിടെ നിന്നു. നിരഞ്ജന്റെ മനസ്സ് മുഴുവൻ ദേവുവാണ്. അവളുടെ മുഖം, ആ കണ്ണുകൾ, ചിരിക്കുമ്പോൾ വിരിയുന്ന നുണക്കുഴി, അങ്ങനെ അവളിൽ ഒതുങ്ങുന്ന ലോകത്തിലാണ് അവനിപ്പോൾ. കാവ്യയുടെ കല്യാണത്തിന് ഇനി 4 ദിവസമേ ബാക്കിയുള്ളൂ. അടുത്ത ദിവസം രാവിലെ ഇവിടെ നിന്ന് പോകും. നിതാരയും ദേവനും ഒരുമിച്ചാണ് പോകുന്നത്. നിതാരയെ നാട്ടിൽ കൊണ്ടുപോകുന്നത് നിരഞ്ജന് പൂർണ്ണ സമ്മതമായിരുന്നില്ല. കാരണം അവൾ ആരോട് എപ്പോൾ എങ്ങനെ സംസാരിക്കുമെന്ന് ആർക്കും ചിന്തിക്കാനാകില്ല. എങ്കിലും ദേവു ഫുൾ റിസ്ക് ഏറ്റെടുത്തേക്കാമെന്ന് വാക്ക് പറഞ്ഞാണ് താരുവിനെ കൊണ്ടുപോകുന്നത്. നിരഞ്ജനോടുള്ള അവളുടെ സമീപനത്തിൽ മാറ്റം വന്നില്ലെങ്കിലും എവിടേക്കോ വെച്ച് അവൾക്ക് നഷ്ടമായ ചിരിയും കളിയും കുസൃതിയും എല്ലാം നിതാരയ്ക്ക് തിരിച്ചു കിട്ടിയിരുന്നു. അവളിലെ ഓരോ മാറ്റവും ദേവു സന്തോഷത്തോടെ നോക്കി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ജിതിൻ നന്ദൻ്റെ ക്യാബിനിലിരിക്കുകയാണ്. അവൻ നന്നായി ഭയന്നിരുന്നു. മുന്നിൽ കണ്ട ചെട്ടിയാരുടെ അറസ്റ്റ് അവനെ നന്നായി ഉലച്ചിരുന്നു. മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് അവൻ രക്ഷപ്പെട്ടത്. കോടിക്കണക്കിന് വില വരുന്ന കഞ്ചാവിലകൾ മുഴുവൻ പോലീസ് കണ്ടെടുത്തു. കൂടാതെ വൻ കഞ്ചാവ് വേട്ടയ്ക്ക് സാക്ഷിയായി മീഡിയകളും. എന്താണ് സംഭവിച്ചതെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല. അത്രയും സേഫായിട്ടുള്ള സ്ഥലത്ത്, അതും എത്രയോ പോലീസുകാർ അവരുടെ ആളുകളാണ്. നന്ദൻ വായിച്ചുകൊണ്ടിരുന്ന ഫയൽ മാറ്റിവെച്ചു. ലുക്ക് ജിതിൻ, നീ ഇങ്ങനെ ടെൻസ്ഡ് ആവണല്ലേ. ഇതിപ്പോൾ ഒരു 4 കോടി പോയി, അത്രയല്ലേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തത് എന്താന്ന് നോക്കാം. ഇപ്പം നമുക്ക് കുറച്ച് പണി വരുന്നുണ്ട്. അതുകൊണ്ട് നാളെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുന്ന ബ്രൗൺ ഷുഗർ എക്സ്പോർട്ട് ചെയ്യണ്ട. നന്ദൻ പറഞ്ഞു നിർത്തിയതും ജിതിൻ പതിയെ തലകുലുക്കി. രാത്രിയിലെ ഫുഡും കഴിച്ച് ഉറങ്ങാൻ കിടക്കുകയായിരുന്നു നിതാര. ദേവു കുളിക്കുകയാണ്. അവൾ കണ്ണുകൾ അടച്ച് പതിയെ ഓർത്തു. ഓർമ്മ വെച്ച നാൾ മുതൽ ഒറ്റയ്ക്കാണ്. വലിയ സ്കൂളിൽ പഠിച്ചു. ആവശ്യപ്പെട്ടതെല്ലാം കൺമുന്നിൽ കിട്ടി. കളിപ്പാട്ടങ്ങളും ആഹാരങ്ങളും വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം. പക്ഷെ എല്ലാം ഉണ്ടായിട്ടും അവൾ ഒറ്റപ്പെട്ടു പോയി. സ്കൂളിൽ കൂട്ടുകാരുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം അവളുടെ വിലപിടിപ്പുള്ള കൗതുക വസ്തുക്കളുടെ ആരാധകർ മാത്രമായിരുന്നു. വീട്ടിൽ അവൾ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. മേക്കപ്പ് സാധനങ്ങളുടെ ലിസ്റ്റും ഷോപ്പിങ്ങുമായി മാത്രം നടക്കുന്ന അമ്മ, എപ്പോഴും ബിസിനസ് പണം എന്നൊരുവിടുന്ന അച്ഛൻ, വല്ലപ്പോഴും ഫോൺ കോളിൽ പ്രത്യക്ഷപ്പെടുന്ന ഏട്ടൻ. ഏകാന്തതയെ പോലും അവൾ പ്രണയിച്ചു പോയി. ശല്യപ്പെടുത്താൻ ആരുമില്ലാതെ, നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ ഉള്ളൊരു ജീവിതം. എന്നും വൈകുന്നേരം ബീച്ചിൽ പോകുന്ന പതിവുണ്ട്. ഒറ്റയ്ക്ക് കടൽക്കാറ്റേറ്റിരിക്കാൻ ഒരു സുഖമാണ്. കടൽ നമ്മുടെ വിഷമങ്ങൾ കേൾക്കുന്ന പോലെ, സാരമില്ലെന്ന് പറഞ്ഞ് കടൽക്കാറ്റ് തലോടും പോലെ. ആ കടൽക്കരയിൽ വെച്ചാണ് ആദ്യമായി വർഷയെ കാണുന്നത്. ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയായിരുന്നു. ആദ്യമൊക്കെ അരോചകമായി തോന്നി അവളുടെ കൂട്ട്. പക്ഷെ പതിയെ അവളോട് സംസാരിച്ചു. അവളുടെ ഭർത്താവ് ജിതിനും ഉണ്ടായിരുന്നു കൂടെ. അവരുടെ കൂടെയാണ് ആദ്യമായി ബാറിൽ പോകുന്നത്. ആദ്യമൊക്കെ ഒത്തിരി എതിർത്തുവെങ്കിലും സ്നേഹപൂർവ്വമായ അവരുടെ നിർബന്ധത്തിൽ വഴങ്ങി ബിയറിലും വോഡ്കയിലും തുടങ്ങി ബ്രൗൺ ഷുഗറിലും മറ്റും കൂടിയ പൊടികളിലുമായി. തിരിച്ചുപോക്കിന് ശ്രമിച്ചിട്ടില്ല. ലഹരി തരുന്ന സുഖം മറ്റൊന്നിനും തരാൻ സാധിക്കില്ലെന്ന് കരുതി വിഷമങ്ങൾ മറന്നു. ഏകാന്തത ഒഴിഞ്ഞു പോയതായി തോന്നി. എപ്പോഴും ഉന്മാദം മാത്രമായി. പക്ഷെ ഇപ്പോൾ ദേവുവിൻ്റെ കൂടെ കൂടിയപ്പോൾ
ലഹരിയിലും സന്തോഷമുള്ളത് ഈ ലോകത്തുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും ഉള്ളത് ഒരാശ്വാസമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. പക്ഷെ അവൾക്കു ചുറ്റും ലഹരിയുടേതിനേക്കാളും വലിയ രാക്ഷസ കൈകൾ പിടിമുറുക്കിയ കാര്യം അവൾ അറിഞ്ഞിരുന്നില്ല. ദേവ് കുളിച്ചിറങ്ങിയപ്പോൾ നിതാര നല്ല ഉറക്കമായിരുന്നു. പൂച്ചക്കുഞ്ഞിനെ പോലെ ഉറങ്ങുന്ന താരുവിനെ നോക്കി അവൾ പുഞ്ചിരിച്ചു. അപ്പോഴാണ് താരുവിൻ്റെ ഫോൺ റിങ് ചെയ്തത്. അവൾ നോക്കി. താരു നല്ല ഉറക്കമാണ്. ദേവ് പതിയെ ഫോൺ എടുത്ത് നോക്കി. വർഷ കോളിംഗ്. ആരായിരിക്കും വർഷ? ചിന്തിച്ച് നിൽക്കെ ഫോൺ നിന്നു. താരു ഉണർന്നിട്ടില്ല. ദേവ് അവളുടെ ഫോൺ എടുത്ത് ആ നമ്പർ നോട്ട് ചെയ്തു. അതേ നമ്പർ തൻ്റെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന കണ്ട് അവൾ അമ്പരന്നു. വർഷേച്ചി, വരുണിൻ്റെ ചേച്ചി. അപ്പോൾ വർഷേച്ചിക്ക് താരുവിനെ അറിയുമോ? എങ്ങനെ അറിയാം? ദേവു ആശയക്കുഴപ്പത്തോടെ ചിന്തിച്ചു. നിരഞ്ജൻ വിളിച്ചപ്പോഴാണ് ദേവു സംശയം മാറ്റിവെച്ച് ഫോൺ എടുത്ത് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. കാവ്യയുടെ കല്യാണം മറ്റന്നാളല്ലേ? നിങ്ങൾ നാളെ പോകുമോ? ആ, ഞങ്ങൾ നാളെ രാവിലെ ഇറങ്ങും. നിരഞ്ജൻ കല്യാണത്തിൻ്റെ അന്ന് വരുമോ? അതെ, ഒരു പ്രോജക്റ്റ് കൂടിയുണ്ട്. ഞാൻ രാവിലെ അങ്ങ് എത്തിക്കോളാം. പിന്നെ ദേവു, ഞാൻ ഒന്നുകൂടി ചോദിക്കുക, നിതയെ കൊണ്ടുപോകണോ? വേണം. ഞാൻ അമ്മയോട് ഒരുവിധം കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രശ്നമില്ല. നിരഞ്ജൻ പതിയെ ഒന്ന് മൂളി. അവർക്കിടയിൽ കൂടുതലൊന്നും സംസാരിക്കാനുണ്ടായിരുന്നില്ല. മൗനം പോലും വാചാലമാകുന്നുണ്ടായിരുന്നു. നിത്താരയും ദേവും ദേവനും നാട്ടിലെത്തി. തറവാടിന് മുന്നിൽ തന്നെ ദേവകിയമ്മ നിൽപ്പുണ്ടായിരുന്നു. അവർ വാത്സല്യത്തോടെ നിതാരയുടെ നെറുകയിൽ തലോടി. അവളുടെ ഹൃദയം തുടിച്ചു. ആദ്യമായാണ് ഇങ്ങനെ ഒരു സ്പർശം. ആ അമ്മയുടെ മുഖത്തു നോക്കി ചിരിക്കുമ്പോൾ അവളുടെ കൺകോണിൽ ഒരു തുള്ളി കണ്ണുനീർ പൊടിഞ്ഞു. അതാരും കണ്ടില്ലെങ്കിലും ദേവൻ ശ്രദ്ധിച്ചിരുന്നു. കയറി വാ മക്കളെ. അവർ അകത്തേക്ക് കയറി. ദേവും താരവും ഫ്രഷ് ആവാനായി ദേവുവിൻ്റെ മുറിയിൽ കയറി. ആ മുറി അവൾക്കൊരത്ഭുതമായിരുന്നു. വിടർന്ന കണ്ണുകളോടെ അവൾ ഓരോന്ന് നോക്കി. ഇത്ര ദൂരം ട്രാവൽ ചെയ്ത് വന്നതല്ലേ, നീ പോയി കുളിച്ചിട്ട് വാ, ദേവ് താരുവിനോട് പറഞ്ഞു. അല്ലേ വേണ്ട, നീ വാ, നമുക്ക് കുളത്തിൽ കുളിക്കാം. ദേവ് താരുവിനോട് പറഞ്ഞിട്ട് ടവൽ എടുത്തു. അപ്പോഴാണ് ആര്യ എണ്ണയും താളിയും കൊണ്ട് അങ്ങോട്ടേക്ക് കയറി വന്നത്. ആര്യ നിതാരയെ മനസ്സിലാവാതെ നോക്കി. താരു അവളെ തിരികെയും. ദാ, ഇതെൻ്റെ കസിൻ ആര്യ. ആര്യെ, ഇത് നിതാര. അങ്ങ് ഹൈദരാബാദിൽ എൻ്റെ ബോസാണ്. ഒരു ചിരിയോടെ ദേവ് പറഞ്ഞപ്പോൾ ആര്യയുടെ മനസ്സിൽ കൊള്ളിയാൻ മിന്നി. കമ്പനിയിലെ മാഡത്തോടല്ലേ താൻ കഴിഞ്ഞ തവണ ചൂടായത്? പെട്ടെന്നുണ്ടായി അവളുടെ മുഖഭാവം കണ്ട് ദേവുവിന് കാര്യം മനസ്സിലായി. ആര്യ വേഗം എണ്ണയും താളിയും അവിടെ വെച്ച് താരുവിനെ ഒന്ന് നോക്കി ചിരിച്ചെന്ന് വരുത്തി ഓടി. എന്താടി, ആ കുട്ടിക്ക് എന്നെ കണ്ടപ്പോൾ ഒരു പതർച്ച പോലെ? താരു മനസ്സിലാവാതെ നോക്കി. പൊട്ടിവന്ന് ചിരിയമർത്തി അവൾ പറഞ്ഞു. മുൻപൊരിക്കൽ നീ എന്നെ ആദ്യം വിളിച്ചപ്പോൾ ഫോണെടുത്ത് വഴക്കുണ്ടാക്കിയത് ഓർമ്മയുണ്ടോ? അതവളാ, ആര്യ. പെട്ടെന്ന് പരിഭവത്താൽ നിതാരയുടെ മുഖം കോർത്തു. ആ കവിളിലൊന്ന് കുത്തിയിട്ട് ദേവു പറഞ്ഞു. ഇനി ഇത് വേർപ്പിച്ച് വെക്കണ്ട. അവളൊരു പാവുക. ഇത്തിരി എടുത്തിയാട്ടം ഉണ്ടെന്നേ ഉള്ളൂ. ദേവു പറഞ്ഞിട്ട് താരുവിൻ്റെ കൈപിടിച്ച് കുളപ്പടവിലേക്ക് നടന്നു. നിരഞ്ജൻ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങി. സാധാരണ പോലെ കോട്ടും സ്യൂട്ടും ഇടാതെ ഗ്രേ കളറിലെ നോർമൽ ഷർട്ടും ജീനും ഇട്ടവൻ സുമുഖനായി പുറത്തേക്കിറങ്ങി. താടി ഡ്രിം ചെയ്ത് ഒതുക്കി വെച്ചു. കയ്യിലെ വാച്ച് ശരിയാക്കിക്കൊണ്ട് അവൻ സ്റ്റെപ്പിറങ്ങി വന്നപ്പോൾ സ്വീകരണ മുറിയിലെ അലങ്കാര സിംഹാസനം പോലുള്ള സോഫയിൽ അമർന്നിരുന്ന് TV-യിൽ സിനിമ കാണുന്ന ദേവയാനിയെ കാണവേ അവന് പുച്ഛം തോന്നി. അവരെ കടന്നു പോകുമ്പോൾ ഒരു നിമിഷം അവൻ ചോദിച്ചു, നിതാരയെ കണ്ടിരുന്നോ? അവർ TV-യിൽ നിന്ന് തലയുയർത്തി അവനെ നോക്കി പറഞ്ഞു. അവളെ കണ്ടില്ല. ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് വല്ലതും പോയിരിക്കും. വെറുതെ അലസമട്ടിലുള്ള അവരുടെ സംസാരം കേൾക്കെ അവൻ ഇരച്ചു വന്ന കോപത്തോടെ പറഞ്ഞു. നിങ്ങളൊരമ്മയാണോ? സ്വന്തം മകളെ കണ്ടിട്ട് ദിവസങ്ങളായി. വേറെ ഏതെങ്കിലും അമ്മമാരാണെങ്കിൽ എന്നും വരുന്നതിലൊരു 5 മിനിറ്റ് താമസിച്ച് ആദ്യ പിടിക്കും. ഇവിടെ നിങ്ങൾക്ക് നിതാര എവിടെയെന്ന് പോലും അറിയില്ല. അമ്മ, നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ അവളെ തിരക്കിയിട്ടുണ്ടോ? പോട്ടെ, അവളും ഞാനും നിങ്ങൾ പ്രസവിച്ച മക്കളാണെന്ന് നിങ്ങൾ ഓർക്കാറുണ്ടോ? നിങ്ങളുടെ ഈ സ്വഭാവം കൊണ്ടാ വീടും വീട്ടുകാരെയും അവൾക്ക് വേണ്ടാതായത്. എല്ലാം ഉപേക്ഷിച്ച് ഭ്രാന്തിനും മരുന്ന് കഴിക്കേണ്ട രോഗിയായത്. നിരഞ്ജന്റെ വാക്കുകൾ ഇടുത്തി പോലെയാണ് ദേവയാനിയുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയത്. താൻ പ്രസവിച്ച കുഞ്ഞുങ്ങളാണ്. ഭ്രാന്തിയോ? ദേവയാനിയുടെ വാക്കുകൾ ഇടറിപ്പോയി. തൊണ്ടയിലാരോ മുറുക്കി പിടിക്കും പോലെ. നിരഞ്ജൻ അവരെ ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് മിന്നൽ വേഗത്തിൽ ഇറങ്ങിപ്പോയി. ദേവയാനി തളർച്ചയോടെ നിന്നു.
അപ്പോഴാണ് മുറിയുടെ അടുത്ത് തന്നെ നോക്കി നിൽക്കുന്ന വാസുദേവനെ കണ്ടത്. അയാളുടെ മുഖത്ത് നിർവികാരത. ദേവയാനി ഇടറുന്ന ശബ്ദത്തോടെ ചോദിച്ചു, നമ്മുടെ മോൾ എവിടെയാ വാസുവേട്ടാ? അയാൾ അവരെ പുച്ഛത്തോടെ നോക്കി. എന്നിട്ടൊന്നും പറയാതെ പുറത്തേക്കിറങ്ങി. നിരഞ്ജൻ അവൻ്റെ കാറിലും വാസുദേവൻ അയാളുടെ കാറിലും കയറി ഡ്രൈവ് ചെയ്തു പോയി. ദേവയാനിയുടെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞൊഴുകി. നെഞ്ചിൽ ശ്വാസം വിലങ്ങനെ നിന്നു. വിറയാർന്ന കൈകളോടെ ഫോണെടുത്ത് അവർ നിതാരയെ വിളിച്ചു. തറവാട്ടിലെത്തിയ ആഹാരവും കഴിച്ച് ഉച്ചതിരിഞ്ഞ് ഹാളിൽ സിനിമയും കണ്ടിരിക്കുകയായിരുന്നു ദേവുവും നിതാരയും ദേവനും ആര്യയും ആര്യനും. ആര്യയ്ക്ക് അവളോട് മിണ്ടാൻ സങ്കോചമുണ്ടായിരുന്നതിനാൽ താര തന്നെ മുൻകൈയെടുത്ത് അവളോട് സംസാരിച്ചു. പണ്ടത്തെ വാശിയും സ്വാർത്ഥ ചിന്തയും ഞാനെന്ന അഹങ്കാരഭാവവും അവളെ വിട്ടുപോയിരുന്നു. TV സ്ക്രീനിൽ തെളിഞ്ഞിരുന്നത് ദിലീപേട്ടൻ്റെ എവർഗ്രീൻ ചിത്രമായ പാണ്ടിപ്പടയായിരുന്നു. ദേവുവിന് ആ ചിത്രം എത്ര കണ്ടാലും മടുക്കയില്ല, വീണ്ടും വീണ്ടും കാണും. എന്നാൽ താരുവിന് മലയാളം മൂവി കണ്ട് പരിചയമില്ലായിരുന്നു. അവൾ ആദ്യമായാണ് ഒരു മലയാളം സിനിമ കാണുന്നത്. അതിലെ തമാശകൾക്ക് ദേവും ദേവനുമെല്ലാം മറയില്ലാതെ പൊട്ടിച്ചിരിക്കുന്നതും അവൾക്ക് അത്ഭുതമായിരുന്നു. പകുതി എത്തിയപ്പോൾ താനിത് പലവട്ടം കണ്ടതായെന്നും പറഞ്ഞ് ദേവൻ എഴുന്നേറ്റ് പോയി. കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോഴാണ് സ്ക്രീനിൽ നവ്യ നായർക്ക് തുമ്പിയെ പിടിക്കാൻ പാണ്ഡിതുരണ്ണൻ പോകുന്നത് കണ്ടത്. ഒരു നിമിഷം നിതാരയ്ക്ക് ചിരിയടക്കാനായില്ല. അവൾ പതിയെ ഹാളിൽ നിന്ന് എഴുന്നേറ്റ് മുകളിലെ മുറിയിലേക്ക് പോയി. ദേവന്റെ മുറിയിലേക്കൊന്ന് നോക്കാനും അവൾ മറന്നില്ല. അവൻ കട്ടിലിൽ മലർന്നു കിടന്നുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽ സ്ക്രോൾ ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് തോന്നിയ കുസൃതിയിൽ നിതാര പതിയെ പകുതി ചാരിയ വാതിൽ മുട്ടി. ദേവൻ എഴുന്നേറ്റിരുന്നു അവളെ നോക്കി. എനിക്ക് തുമ്പിയെ വേണം, നിഷ്കളങ്കമായി പറയുന്ന അവളെ അവൻ കണ്ണു കൂർപ്പിച്ച് നോക്കി. എന്താ? വ്യക്തമാകാത്ത പോലെ അവൻ ഒന്നുകൂടി ചോദിച്ചു. എനിക്ക് തുമ്പിയെ വേണം, പിടിച്ചതാ. കൈ നീട്ടി നിന്ന് പറയുന്നവളെ നോക്കി അന്തം വിട്ടുപോയി ശ്രീദേവ്. നിനക്കെന്താ വട്ടാണോ? തുമ്പിയെ പിടിച്ചു തരാൻ ഞാനെന്താ വല്ല വേട്ടക്കാരനോ മറ്റോ ആണോ? അവൻ ഗൗരവത്തോടെ പറയുന്നത് കേട്ട് നിതാര പറഞ്ഞു. അല്ല, തനിക്ക് പറ്റില്ലെങ്കിൽ വേണ്ട, പക്ഷേ ഈ ചെട്ടിയാരോട് പറഞ്ഞാൽ പിടിച്ചേരുവോ? അവളുടെ പറച്ചിൽ കേട്ട് അവൻ തലയ്ക്ക് കൈവച്ചു. കഷ്ടകാലമൊക്കെ വണ്ടി പിടിച്ച് വരുവാണല്ലോ ഈശ്വര. അവൻ ചവിട്ടി തുള്ളിക്കൊണ്ട് പറമ്പിലേക്ക് പോയി. അവിടെ ഇഷ്ടം പോലെ തുമ്പികളുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ നിഴൽവട്ടം കാണുമ്പോഴേ അവ പറന്ന് മാറിക്കളയും. അവൻ്റെ പരാക്രമം കണ്ട് ബാൽക്കണിയിൽ നിന്ന് താര ഉറക്കി ഉറക്കി പൊട്ടിച്ചിരിച്ചു. അവളുടെ ചിരി കാണുമ്പോൾ ദേവന് ദേഷ്യം വരും. പല്ലിറുമിക്കൊണ്ട് വീണ്ടും തുമ്പിയെ നോക്കും. അവസാനം മടുത്തു. ഒരെണ്ണം പോലും പിടിക്കാനാകാതെ അവൻ നിരാശയോടെ അവൾ നിന്നിടത്തേക്ക് നോക്കി. എപ്പോഴോ അവൾ പോയിരുന്നു. അവളെ കാണാത്തതുകൊണ്ട് അവൻ ഓടിപ്പോയി മുറിയിൽ പോയി കതകടച്ചു. ഇനി ആ താടകയുടെ കണ്ണിൽ പെടാതിരുന്നാൽ മതി, അവൻ ഓർത്തു. കാവ്യയുടെ വിവാഹം നാളെയാണ്. അതിന് തലേന്നുള്ള റിസപ്ഷന് പോകാനുള്ള ഒരുക്കത്തിലാണ് ദേവുവും താരുവും ദേവനും ഒക്കെ. ദേവു ഒരു ഹാർഡ് ഗ്രീൻ അനാർക്കലിയിൽ സുന്ദരിയായി. താരുവിനുള്ള ഡ്രസ്സും ദേവുവാണ് സെലക്ട് ചെയ്തത്. താരുവിൻ്റെ മുടി കെട്ടുക, കണ്ണെഴുതുക തുടങ്ങി മേക്കപ്പ് വരെ ചെയ്തത് ദേവുവാണ്. ഇതിലും വലുതൊന്നും വരാനില്ലെന്ന ഭാവത്തിൽ താരു ഒന്നും മിണ്ടാതിരുന്നു കൊടുത്തു. 6 മണിയൊക്കെ ആയപ്പോൾ അവർ വീട്ടിൽ നിന്നിറങ്ങി. കാവ്യയുടെ വീട്ടിലേക്ക് അധികം ദൂരമില്ല. ദേവകിയും ദേവനും ദേവുവും താരുവും ഒരു കാറിലാണ്. ദേവനാണ് ഡ്രൈവ് ചെയ്യുന്നത്. മോളുടെ ഏട്ടൻ എപ്പോൾ വരും? ദേവകിയുടെ ചോദ്യം കേട്ട് നിതാര എന്തു പറയുമെന്നറിയാതെ വിഷമിച്ചു. സത്യം പറഞ്ഞ അവൻ എപ്പോൾ വരുമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. മാത്രമല്ല, അവനെ ഇവർക്ക് എങ്ങനെ അറിയാമെന്നും അറിയില്ല. നിരഞ്ജൻ നാളെ രാവിലെ കൺവെൻഷൻ സെൻറ്ററിൽ എത്തുമമ്മേ. താരുവിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ദേവു പറഞ്ഞു. നല്ല മോനാ അത്, ഒരു പാവം. ദേവകി അത് പറയുമ്പോഴുള്ള താരുവിൻ്റെ മുഖം കണ്ട് ദേവു ചിരിയമർത്തി. അധികം വൈകാതെ അവർ കാവ്യയുടെ വീട്ടിലേക്കെത്തി. വർണ്ണ ലൈറ്റുകൾ അലങ്കരിച്ച കല്യാണ വീട്ടിൽ. നിതാരയെ കാവ്യ പ്രതീക്ഷിച്ചിരുന്നില്ല. കല്യാണം വിളിച്ചപ്പോഴും ആ മുഖത്ത് കാര്യമായ തെളിച്ചം കണ്ടിരുന്നില്ല. അതുതന്നെയാണ് പ്രതീക്ഷിക്കാത്തതിൻ്റെ കാരണവും. ദേവുവിനൊപ്പം നിറച്ചിരിയോടെ നിതാരയെ കണ്ട കാവ്യ പുഞ്ചിരിച്ചു. അണിയിച്ചൊരുക്കിയ അലങ്കാര പന്തലിൽ കൈവെള്ളയിൽ വെറ്റിലയും വെച്ചിരിക്കുകയായിരുന്നു അവൾ. ഇളം പിങ്ക് നിറത്തിലെ ഗൗണിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു അവൾക്ക്. ദേവുവും നിതാരയും അവൾക്ക് അടുത്തേക്ക് ചെന്നു. സുന്ദരിയായിട്ടുണ്ടല്ലോ പെണ്ണെ. കാവ്യയുടെ കവിളിൽ പിടിച്ചു വലിച്ച് ദേവു പറഞ്ഞു. ഹാടി, എനിക്ക് നൊന്ത് കേട്ടോ. കാവ്യ മുഖം ചുളുക്കി. നിതാര ഒന്നും മിണ്ടിയില്ല. നേരത്തെ ഒരു പുഞ്ചിരിയുടെ മൂടുപടം അണിഞ്ഞിരുന്നതേയുള്ളൂ. കുറച്ചു നേരം കൂടി കാര്യം പറഞ്ഞിട്ട് അവർ അവളുടെ അടുത്തു നിന്ന് ഇറങ്ങി. ദേവൻ ആദ്യമേ ഫുഡ് കഴിക്കുന്ന തിരക്കിലായിരുന്നു.
ദേവും നിതാരയും കഴിച്ചു കഴിഞ്ഞ് പോകാനിറങ്ങി. കാവ്യയെ കണ്ട് യാത്ര പറഞ്ഞിറങ്ങി. ദേവകി കാവ്യയുടെ അമ്മ വസുമതിയുടെ അടുത്താണ്. അവർ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരാണ്. ദേവകിയും വന്നതും അവർ തിരികെ തറവാട്ടിലേക്ക് പോയി. നിരഞ്ജൻ രാവിലത്തെ ഫ്ലൈറ്റിന് തന്നെ എത്തി. അച്ചുവും രേണുവും കുഞ്ഞും നാട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ തറവാട്ടിലേക്ക് പോയില്ല. നേരെ അടുത്തുള്ള ഹോട്ടലിൽ റൂം എടുത്തു. ആഹാരവും കഴിച്ച് ചെറുതായി ഒന്ന് മയങ്ങി. മാരേജിനിടാനായി അവൻ സെലക്ട് ചെയ്തത് പർപ്പിൾ കളറിലെ കുർത്തയായിരുന്നു. ഇന്ന് വരെ പാലക്കാട് പോയിട്ടില്ലാത്ത, ഹൈന്ദവ വിവാഹം കണ്ടിട്ടില്ലാത്ത ഒരാളുടെ കണ്ണിൽ വായിക്കുക. അത് ഞാനും ഉണ്ട് കേട്ടോ. ഞാൻ പാലക്കാട് പോയിട്ടുണ്ട്, പക്ഷേ ഹൈന്ദവ വിവാഹമൊന്നും കണ്ടിട്ടില്ല. ദേവശ്രീ കൺവെൻഷൻ സെൻറ്റർ, പാലക്കാട്. വർണ്ണാലങ്കൃതമായ കൺവെൻഷൻ സെൻറ്ററിൻ്റെ മുൻഭാഗം. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും തിരക്ക്. കവാടത്തിൻ്റെ തൊട്ടടുത്തായി പ്രിൻ്റ് ചെയ്തിരിക്കുന്ന വലിയ ഫോട്ടോ കാവ്യയുടെയും വിഷ്ണുവിൻ്റെയും എൻഗേജ്മെൻറ്റിനെടുത്തതാണ്. അകത്തേക്ക് കയറി വരുമ്പോൾ ഇരുവശത്തും ഇരിക്കുന്ന ബന്ധുമിത്രാദികൾ. ഏറ്റവും മുന്നിൽ വലിയ മണ്ഡപം. അഗ്നിയും നിലവിളക്കും പൂക്കുലയും താലവും ഒക്കെയായ മനോഹരമായ മണ്ഡപം. ഒരു വശത്തായി നാദസ്വര വിദ്വാൻമാർ. കർമ്മി മണ്ഡപത്തിൽ തയ്യാറായി ഇരിക്കുന്നുണ്ട്. സമയമെടുത്തപ്പോൾ ചെറുക്കനെ സ്വീകരിച്ചിരുത്തി. നിരഞ്ജനും നിതാരയും ദേവും ദേവനും മുൻനിരയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ താലവുമായി സുന്ദരിമാർ കടന്നു വന്നു. അവർക്ക് പിറകിൽ അതിലും മനോഹരമായി അണിഞ്ഞൊരുങ്ങി സർവാഭരണ വിഭൂഷിതയായി കാവ്യ. മെറൂൺ നിറത്തിലെ പട്ടുസാരിയിൽ സ്വർണ്ണാഭരണങ്ങൾ വിളങ്ങനെ നിന്നു. മണ്ഡപത്തിൽ ആനയിച്ചിരുത്തി കർമ്മി ചടങ്ങുകൾ തുടങ്ങി. താലി കെട്ടിക്കോളൂ. പൂജാരിയുടെ വാക്കുകൾ കേൾക്കെ കാവ്യയുടെ ഉടലൊന്നു വിറച്ചു. വിഷ്ണു പതിയെ തട്ടിൽ നിന്നും താലിയെടുത്തു. കാവ്യയുടെ നേർക്ക് നീട്ടി. അവൾ പതിയെ കഴുത്ത് കുനിച്ചു കൊടുത്തു. ബന്ധുക്കൾ അവളുടെ മുടിയും സ്വർണവുമൊക്കെ ഒതുക്കി പിടിക്കുന്നുണ്ട്. വിഷ്ണു പതിയെ താലി കെട്ടി. അത് മുറുക്കിയത് വിഷ്ണുവിൻ്റെ സഹോദരി വിദ്യയാണ്. താലത്തിൽ വെച്ചിരുന്ന പട്ടുസാരി വിഷ്ണു കൊടുക്കുമ്പോൾ കാവ്യ നിറ കണ്ണുകളോടെ വാങ്ങി. ശരിക്കും അവളുടെ നെഞ്ചിടറിപ്പോയത് അച്ഛൻ അവളുടെ കൈ പിടിച്ച് വിഷ്ണുവിൻ്റെ കൈയോട് ചേർക്കുമ്പോഴായിരുന്നു. ഒരായുസിൻ്റെ വേദനയാണ്. രക്ഷിക്കണേ മോനെ, സംരക്ഷിക്കണേ മോനെ എന്നായിരിക്കാം ആ കുട്ടി ഉദ്ദേശിച്ചത് എന്ന കണ്ണുകൾ പറയാതെ പറയും പോലെ. വിഷ്ണു അവളുടെ കൈ മുറുകെ പിടിച്ചു. ജീവിതകാലം വിടില്ല എന്നതുപോലെ. അഗ്നിസാക്ഷിയായി താലി കെട്ടുമ്പോഴും വലം വയ്ക്കുമ്പോഴും അവരുടെ മനസ്സിൽ പുതിയ ജീവിതം തുടങ്ങുന്നതിൻ്റെ ആനന്ദമായിരുന്നു. കല്യാണവും താലികെട്ടും കഴിഞ്ഞ് സദ്യയും കഴിഞ്ഞാണ് നിരഞ്ജനും നിതാരയും ദേവവും ദേവനും കാവ്യയുടെ അടുത്തേക്ക് പോയത്. സദ്യ കഴിക്കാനിരുന്നപ്പോൾ കൊച്ചുകുട്ടികളോട് പറയും പോലെ ഓരോന്നായി കഴിക്കേണ്ടത് എങ്ങനെയെന്ന് പറയേണ്ടി വന്നു ദേവുവിന് നിതയോട്. നിരഞ്ജൻ ഇത് കണ്ട് ചിരി വന്നു. നിതാര ഒരിക്കൽ പോലും നിരഞ്ജൻ്റെ മുഖത്ത് പോലും നോക്കിയില്ല. അവനെ പാടെ അവഗണിച്ചു. വിഷ്ണുവേട്ടാ, ഇത് നിരഞ്ജൻ സർ, കമ്പനിയിലെ MD ആണ്. ഇത് ദേവു, നിതാര മാം, ഏട്ടനറിയാലോ. കാവ്യ അവരെ പരിചയപ്പെടുത്തി. വിഷ്ണു എല്ലാവരെയും നോക്കി സൗഹാർദ്ദ ഭാവത്തിൽ ചിരിച്ചു. കാവ്യയുടെ അടുത്ത് ദേവുവും ദേവുവിനിപ്പുറം നിതാരയും. വിഷ്ണുവിനപ്പുറം നിരഞ്ജനും നിരഞ്ജൻ്റെ അടുത്ത് ദേവനും നിന്ന് ഫോട്ടോ എടുത്തു. അവസാനം സാരി മാറി കാവ്യയും വിഷ്ണുവും പോകാനിറങ്ങി. കാവ്യ അത്രയും നേരം പിടിച്ചു വച്ചിരുന്ന വിഷമങ്ങളെല്ലാം പുറത്തേക്ക് വന്നത് അപ്പോഴാണ്. അച്ഛനെയും അമ്മയും ചുറ്റിപ്പിടിച്ചവൾ പൊട്ടിക്കരഞ്ഞു. എന്തിനാ ഇവള് കരയുന്നേ? കൊല്ലാൻ കൊണ്ടുപോകുന്നു അല്ലല്ലോ. നിതാര പതിയെ അടക്കം ചോദിക്കുന്നത് കേട്ട് ദേവു കണ്ണുരുട്ടി. വിഷ്ണു എല്ലാവരോടും യാത്ര പറഞ്ഞു. കാവ്യയും ചേർത്ത് പിടിച്ച് കാറിൽ കയറി. അപ്പോഴാണ് ദേവകി നിരഞ്ജനെ കണ്ട് അങ്ങോട്ടേക്ക് വന്നത്. മോൻ വന്നോ? ഞാൻ മോനെ തിരക്കിയായിരുന്നു. എപ്പോൾ എത്തി? ഞാൻ രാവിലെ വന്നു അമ്മ. നിരഞ്ജനും പുഞ്ചിരിച്ചു. ഇന്ന് തന്നെ പോവുമോ? മോൻ എവിടെയാണ് നിൽക്കുന്നേ? ഇല്ല, ഞാൻ നാളെ പോവും. ഇവിടെ അടുത്തൊരു ഹോട്ടൽ സ്റ്റേ ചെയ്യാമെന്ന് കരുതി. ഹോട്ടലിലോ? മോൻ എന്താ തറവാട്ടിലേക്ക് വരാഞ്ഞത്? ദേവു, എന്താ നീ മോനെ വിളിക്കാത്തത്? ദേവകി ശാസനയോട് പറഞ്ഞു. അമ്മ, ഞാൻ അറിഞ്ഞില്ല നിരഞ്ജൻ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നതെന്ന്. ദേവു പറഞ്ഞിട്ട് നിരഞ്ജനെ നോക്കി. മോൻ പോയി ബാഗൊക്കെ എടുത്തേക്ക്, ഞങ്ങളുടെ കൂടെ തറവാട്ടിലേക്ക് വാ. നിരഞ്ജൻ തലയാട്ടി. അവർക്കെല്ലാം അവനോടുള്ള സ്നേഹവും അടുപ്പവും കണ്ട് താരു അത്ഭുതപ്പെടാതിരുന്നില്ല. നിങ്ങൾ എപ്പോഴാ മക്കളെ തിരികെ പോകുന്നേ? വൈകുന്നേരം ചായ കുടിച്ചിരുന്നപ്പോഴാണ് ജയദേവൻ ഇക്കാര്യം ചോദിച്ചത്. ദേവു 2 മാസത്തെ ലോങ് ലീവിലാണെന്ന് ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. നാളെ രാവിലെ പോകും ചെറിയച്ച. ഒഫീഷ്യൽ ലീവ് അല്ലേ? ദേവു ചായ കുടിച്ചുകൊണ്ട് പറഞ്ഞു. താരു അവൾക്കൊപ്പം തന്നെ ഇരിപ്പുണ്ട്. അതെ, നാളെ രാവിലെ തന്നെ പോകാനുണ്ട്.
അവിടെ ചെന്നിട്ട് ഒരുപാട് പണിയുള്ളതാ. ദേവനും വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന് നീ എവിടെ പോന്നു? ചെറിയച്ഛൻ്റെ ചോദ്യം കേട്ട് മനസ്സിലാകാതെ ദേവൻ പറഞ്ഞു. അതുകൊള്ളാം, ഞാൻ പറഞ്ഞിരുന്നല്ലേ ദേവുവിൻ്റെ കൂടെ ഹൈദരാബാദ് പോകുമെന്ന്. നീ ഇപ്പോൾ പോകണ്ട. ചെറിയച്ഛനും വിടാൻ ഉദ്ദേശമില്ല. അപ്പോൾ എന്നെ എങ്കിൽ നിന്ന് എങ്കേയും പോക വിടമാട്ടെ. നീ നിന്ന് ഗംഗൻ കളിക്കൊന്നും വേണ്ട. ദേവുവും നിരഞ്ജനും നിതാരമോളുമേ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. ദേവൻ ഹൈദരാബാദിലേക്ക് ഇനിയില്ല. ചായ കുടിച്ചുകൊണ്ടിരുന്ന നിരഞ്ജനും ദേവുവും ഒന്ന് ഞെട്ടി. ദേവൻ ഇനി അങ്ങോട്ടില്ലെന്നോ? ഹാളിൽ അവരെ കൂടാതെ ജയദേവൻ്റെ ഭാര്യ ഇന്ദുലേഖയും ദേവകിയും ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ഓരോരോ ആവശ്യങ്ങൾക്കായി പുറത്താണ്. വിശേഷ ദിവസങ്ങളിലെ എല്ലാവരും ഒന്നിക്കേയുള്ളൂ. ജയദേവൻ പറഞ്ഞതാ ശരി. കാവ്യമോളുടെ കല്യാണം കഴിഞ്ഞു. ഇനി ദേവുവിൻ്റെയാ. അവൾക്കൊപ്പം നിന്നെയും ഒരുത്തിയുടെ കൈപിടിച്ചേൽപ്പിക്കേണ്ടതാ. ദേവകി പറഞ്ഞു നിർത്തി. അതുകൊണ്ട്? ദേവൻ ഉമിനീരിറക്കാതെ ചോദിച്ചുപോയി. അതുകൊണ്ടെന്താ നിന്നെ ഇവിടെ കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്യാൻ തീരുമാനിച്ചു. കുറച്ച് ഉത്തരവാദിത്വമൊക്കെ വരട്ടെ. ദേവൻ ഞെട്ടി പകച്ചുപോയി. തുടരും. അതെ, ഞാനിത് ഫസ്റ്റ് ടൈം ഒന്ന് റീഡ് ചെയ്തില്ല കേട്ടോ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. തലയ്ക്കൊക്കെ നല്ല ഭാരം. കുറച്ച് അനുഭവിച്ചല്ലേ, അതിൻ്റെ ഒരു ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെയുണ്ട്. പിന്നെയും 2 ദിവസം ആയില്ലേ, മുടക്കണ്ടാൻ ചൊല്ലിയിട്ടതാണേ. എന്തായാലും കേട്ടിട്ടെല്ലാവരും അഭിപ്രായം പറയൂ.